എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി 5 നാട്ടുമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാട്ടുമാങ്ങയും കൊണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ആദ്യം തന്നെ ഇതിൻ്റെ കറയൊക്കെ മാറ്റിയതിന് ശേഷം തൊലി പൊളിച്ചെടുക്കാം. മൺപാത്രത്തിലാണ് ഇവിടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. മാങ്ങാപ്പഴത്തിൻ്റെ തൊലിയൊക്കെ നീക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് മാങ്ങാപ്പഴമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ഇവയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് വെളുത്ത ശർക്കരയാണ്. നിങ്ങൾക്ക് ഏത് കളറിലുള്ള ശർക്കരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിഷ്ടമില്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് അരപ്പിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 മുറി തേങ്ങ ചിരകിയത്, 4 പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി. ചിലർ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 2 അല്ലി വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് അരപ്പിന് വേണ്ടി വേണ്ടത്. കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി വറ്റൽമുളക്, കടുക്, കറിവേപ്പില, ചെറിയുള്ളി, ഇത്രയും സാധനങ്ങൾ ആവശ്യമാണ്. കൂട്ടുകളെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ സമയമായപ്പോഴേക്ക് മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത കൂട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേകുന്നത് വരെ അടച്ചു വെക്കാം. കൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഈ സമയം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. കടുക് പൊട്ടിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും ഒരു 5-6 ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി കൂട്ടും ഇതിലേക്ക് ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണിത്. എല്ലാവരും മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നല്ലവണ്ണം ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.